പേടിക്കണ്ട. അമ്മയുടെ ശത്രുവൊന്നുമല്ല. മോൻ തന്നെയാ. അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അമ്മയുടെ പുന്നാര മോൻ. ഇനി ദൂരെ മാറിയിരുന്ന് സ്നേഹിക്കണ്ട. അടുത്തിരുന്ന് തന്നെ എപ്പോഴും സ്നേഹിച്ചോളൂ. ശാന്തമായിരിക്കുന്ന ദേവന്റെ മുഖം കണ്ടപ്പോൾ ഭാനുവിന് സംശയമായി. മോനെ. സന്തോഷത്തോടെ ഗൗരി ദേവനെ നോക്കിയപ്പോൾ അവൻ പെട്ടെന്ന് മുഖത്ത് ചിരി വരുത്തി. സംസാരിക്കൂ. അമ്മ എത്ര കൊതിച്ചിരിക്കുകയെന്നറിയോ ദേവേട്ടൻ വീണ്ടും അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ. ഒരു പിശുക്കും കാണിക്കണ്ട. ഇത്രയും നാളും അമ്മ ദേവേട്ടനിൽ നിന്ന് കൊതിച്ചിരുന്ന സ്നേഹം മുഴുവൻ കൊടുക്കണം. ഇനി അമ്മയെ സങ്കടപ്പെടുത്തരുത്. ദേവൻ ഗൗരിയുടെ മുഖത്ത് നോക്കി ചിരിച്ചെങ്കിലും ആ മുഖം വലിഞ്ഞു മുറുകുന്നത് ഭാനു ശ്രദ്ധിച്ചു. മോനെ, അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ. അമ്മയ്ക്കതിന് കഴിയില്ല മോനെ. അമ്മയുടെ മക്കൾക്ക് ഒരു ഉറുമ്പ് കടിച്ച് വേദനിച്ചാൽ പോലും അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഭാനു കരഞ്ഞ് ദേവന്റെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അമ്മേ, കരയാതെ. ദേവേട്ടനിപ്പം അമ്മയോട് ഒരു ദേഷ്യമില്ല. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഭരതനങ്ങളാണ് എല്ലാം ചെയ്തതെന്നും ദേവേട്ടനിപ്പം അറിയാം. അമ്മ സമാധാനത്തോടെ ഇരിക്കൂ. പിന്നീട് അവൾ ദേവനെ നോക്കി പറഞ്ഞു. നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവില്ലേ? പിണക്കവും പരിഭവവും എല്ലാം പറഞ്ഞു തീർത്തോളൂ. ഞാൻ പോയേക്കാം. 2 അടി നടന്നതിന് ശേഷം തിരിഞ്ഞു നിന്ന്, അതേ, മുഴുവൻ സ്നേഹം മകന് മാത്രം കൊടുക്കണ്ട, എനിക്കു കൂടി ബാക്കി വച്ചേക്കൂ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. ഗൗരി പോയി കഴിഞ്ഞതും ദേവൻ ചെന്ന് ഡോർ അടച്ച് കുറ്റിയിട്ടു. അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതുപോലെ എന്നോട് കള്ളം പറയണ്ട. നിങ്ങൾ എന്നോട് ചെയ്ത ചതി അതൊന്നു മാത്രം മതി നിങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ. പ്രിയപ്പെട്ട സഹോദരൻ്റെ പുന്നാര മോളെ എൻ്റെ തലയിലെടുത്തു വെച്ച് തന്നില്ലേ? സ്വന്തം മകനായിട്ട് പോലും നിങ്ങൾ എന്നെ ഒരു ഭ്രാന്തനാക്കാൻ കൂട്ടുനിന്നില്ലേ? ആ നിങ്ങൾ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ കുഞ്ഞിനെ കൊന്നിട്ടുണ്ടാവില്ലെന്ന് എന്നോട് കള്ളം പറയണ്ട. ദേവാ, പറയല്ലടാ അങ്ങനെ. അവൻ എൻ്റെ മോനാ. അവൻ മരിക്കുന്നത് വരെ എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ അവനെ ഞാൻ സ്നേഹിച്ചിരുന്നില്ലെന്ന്? ജനിച്ച് 7 മാസമാകുമ്പോൾ കിട്ടിയതാടാ എനിക്കവനെ. എൻ്റെ അല്ലെന്ന് ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല. സത്യം ഞാൻ പറഞ്ഞത്. ഞാനല്ല മോനെ. ഭാനു അവൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി നിന്ന് കരഞ്ഞു. വേണ്ട, ഈ കണ്ണീര് കണ്ട് ഒട്ടും എൻ്റെ മനസ്സലിയുന്നില്ല. 3 വർഷം. എൻ്റെ 3 വർഷം നിങ്ങൾ കാരണം നഷ്ടപ്പെട്ടത്. സ്വന്തം ബന്ധങ്ങൾ ആരെന്നോ ശത്രുക്കൾ ആരെന്നോ ഈ ഞാൻ തന്നെ ആരെന്നോ തിരിച്ചറിയാനാവാതെ ഡെയിലി റൂട്ടീൻസിന് പോലും മറ്റൊരാളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന 3 വർഷങ്ങൾ നിങ്ങൾ കാരണം. കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് എൻ്റെ മാനസികാസ്വാസ്ഥ്യം കൂട്ടുന്നതല്ലാതെ ഒട്ടും തന്നെ കുറയ്ക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ് രവിയെ കണ്ടെത്തിയത്. ആ മെഡിസിൻസാണ് എൻ്റെ രോഗകാരണമെന്ന്. നിങ്ങളല്ലേ എനിക്കത് തന്നുകൊണ്ടിരുന്നത്? എന്തിനു വേണ്ടി? പറയ്. ഞാനൊരു ഭ്രാന്തനാകേണ്ട ആവശ്യം എന്തായിരുന്നു നിങ്ങൾക്ക്? ഏട്ടനോട് ഒരുപാട് സ്നേഹം എനിക്കുള്ളതുകൊണ്ട് നിങ്ങൾ നടത്തിയിരുന്ന ആസൂത്രിത കൊലപാതകം ഞാൻ സംശയിക്കുമെന്ന് കരുതിയോ? മോനെ, നിനക്ക് ഞാൻ ആ മെഡിസിൻസ് തന്നിട്ടില്ല. വെറും വൈറ്റമിൻ ടാബ്ലറ്റ്സാണ് തന്നിരുന്നത്. അത് മഹിക്കും കൊടുത്തിരുന്നു. ഞാൻ ആ ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് അയാൾക്ക് അറിയാം. അയാളാ ആ ഡോക്ടറെ സ്വാധീനിച്ച് നീ കഴിച്ചുകൊണ്ടിരുന്നത് മാനസികാസ്വാസ്ഥ്യത്തിനുള്ള മെഡിസിൻസ് ആണെന്ന് പറയിപ്പിച്ചത്. നിവർത്തിയില്ലാതെ അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നതാ. നീ എന്നെ മനസ്സിലാക്ക്. നിവർത്തിയില്ലായികയോ? മകന് ഭ്രാന്താണെന്ന് നിങ്ങൾ സമ്മതിച്ചത് നിവർത്തിയില്ലായ്മയാണെന്നോ? വേണ്ട, ഇനിയും കള്ളങ്ങൾ പറയണ്ട നിങ്ങൾ. എനിക്ക് നിങ്ങളെ ഒട്ടും വിശ്വാസമില്ല. ഏട്ടനെ ഇല്ലാതാക്കിയതിലോ എൻ്റെ ജീവിതം നശിപ്പിച്ചതിലോ എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടുന്ന് പോണം. തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ. അവിടെ തടസ്സമായി നിൽക്കരുത്. മോനെ, ഞാൻ നിന്റെ ജീവിതത്തിന് ഒരു തടസ്സമല്ല. ഗൗരി എനിക്കും ഇഷ്ടാ. ഹേമ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കാരണം നശിച്ചു പോയ നിന്റെ ജീവിതം നന്നായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ സന്തോഷം മോനെ എനിക്ക് വലുത്. ഈ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഹേമയെക്കുറിച്ച് ഗൗരിയോടൊന്നും പറയരുത്. ഹേമയുമായുള്ള ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമേ ഗൗരി അറിയാവൂ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. സ്നേഹത്തോടെയല്ല സംസാരിച്ചതെങ്കിലും അവൻ്റെ മനസ്സിൽ ദേഷ്യത്തിന് അല്പം കുറവ് വന്നിട്ടുണ്ടെന്ന് ഭാനുവിന് തോന്നി. കുറേ സമയത്തിന് ശേഷം ഗൗരി പതിയെ ഭാനുവിൻ്റെ റൂമിലേക്ക് ചെന്നു. ചാരിക്കിടന്നിരുന്ന വാതിൽ പതിയെ തുറന്ന് അകത്തേക്ക് കയറി. ഭാനു കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. ഗൗരിയെ കണ്ടതും അവരെഴുന്നേറ്റു. എന്താ അമ്മേ, എന്തിനാ കരയുന്നത്? ദേവേട്ടൻ വഴക്കു പറഞ്ഞോ? ഇല്ല, അവൻ്റെ ദേഷ്യത്തിന് കുറവുണ്ട്. എൻ്റെ മോൻ ഒരിക്കലും എന്നെ വിശ്വസിക്കില്ലെന്നാ ഞാൻ കരുതിയത്. അവനെ ഇത്തരത്തിൽ മാറ്റിയത് നീയാ. രാമേട്ടൻ ഒരുപാട് തവണ ശ്രമിച്ചതാ.
പക്ഷേ പറയുന്നത് കേൾക്കാൻ പോലും നിന്നു കൊടുക്കുന്നില്ലെന്നാ രാമേട്ടൻ പറഞ്ഞത്. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു എന്നോട്. നിനക്ക് എന്തെങ്കിലും മാജിക് അറിയോ മനുഷ്യരുടെ മനസ്സ് മാറ്റാൻ? പിന്നെ എനിക്കറിയാലോ. അതിനൊരു മന്ത്രമുണ്ട്. അത് മനസ്സിൽ വിചാരിച്ച് എന്ത് പറഞ്ഞാലും അത് സാധിക്കും. നീ എൻ്റെ മോൻ്റെ ഭാഗ്യ. അവൻ്റെ കൂടെ നീ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കണം. നിങ്ങൾക്കിടയിലേക്ക് ആരും വരാൻ പാടില്ല. അത് പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മേ, അവൾ വലിയ വിഷമത്തോടെ പറഞ്ഞു. അതെന്താ, നീ എൻ്റെ മോനെ വിട്ടു പോവുമോ? കുറേ കഴിയുമ്പോൾ അമ്മ തന്നെ പറയും, കൊച്ചുമക്കളെ കാണാൻ കൊതിയാവുന്നുവെന്ന്. പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അവൾ ഉറക്കെ ചിരിച്ചു. അത് കേട്ടപ്പോൾ ഭാനുവിന് വലിയ സന്തോഷമായി. അമ്പടി കുറുമ്പി, അപ്പോൾ നിന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലേ? ഞാൻ എൻ്റെ മോനോട് പറയാം എനിക്ക് പെട്ടെന്ന് കൊച്ചുമക്കളെ തരാൻ. അയ്യോ എൻ്റെ അമ്മേ, ചതിക്കല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ കുറച്ച് ദിവസങ്ങളായി അമ്മയുടെ മോൻ്റെ റൊമാൻസ് കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരിക്കുക. ഇനി ഇതുകൂടെ പറഞ്ഞ് എന്നെ കൂടുതൽ കഷ്ടത്തിലാക്കല്ലേ. ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ എല്ലാവരും കൊതിക്കുക ചെയ്യുക. എൻ്റെ മോൻ നിനക്ക് തരുന്നതാണോ പരാതി? ഒരു പരാതിയില്ല അമ്മേ. സ്നേഹിക്കപ്പെടാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ കഴുത്തിൽ താലി ഉണ്ടെങ്കിലും അത് കെട്ടിയതാരെന്ന് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും അദ്ദേഹം എനിക്ക് തന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സമയം വേണം പോലും. ആവശ്യത്തിന് സമയമെടുത്തോട്ടെ, എനിക്ക് പരാതിയില്ല. എന്നെപ്പോലൊരു പെണ്ണിനെ ഭാര്യയായി സ്വീകരിക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായല്ലോ. എനിക്ക് അദ്ദേഹത്തെ വിശ്വാസാ. ആ സ്നേഹം സത്യമാണെന്ന് എനിക്കറിയാം. നിന്നെപ്പോലൊരു പെണ്ണെന്ന് പറഞ്ഞ് നീ നിന്നെ തീരെ ചെറുതായി കാണണ്ട. നിന്നെ എൻ്റെ മോൻ്റെ ഭാര്യയായി കിട്ടിയത് അവൻ്റെ ഭാഗ്യ. ഈ ഭാഗ്യത്തെ അവൻ ഒരിക്കലും കൈവിടില്ല. എത്രയും പെട്ടെന്ന് അവൻ നിന്നെ അവൻ്റെ ജീവിതത്തോട് ചേർക്കും. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. അതേ, എനിക്ക് വിശക്കുന്നുണ്ട്. അമ്മയ്ക്ക് ലേറ്റായി കഴിച്ച് ശീലമായിരിക്കും. അമ്മയുടെ മോൻ അതില്ല. കൂടെ ഇരുന്ന് കഴിച്ച് എനിക്കു ശീലായി. വരൂ, ഇനി ഈ റൂമിൽ ഒളിച്ചിരിക്കണ്ട. എല്ലാവരോടൊപ്പം സന്തോഷത്തോടെ അമ്മയ്ക്ക് ഇവിടെ ജീവിക്കാം. വരൂ, പോകാം. അവർ താഴേക്ക് സ്റ്റെയർസ് ഇറങ്ങി വരുന്നത് കണ്ട് രവി ദേഷ്യത്തോടെ, എടി നീ എന്താ ഈ കാണിക്കുന്നത്? സാർ ഇപ്പം കഴിക്കാൻ വരുന്ന സമയാ. അമ്മയെ കണ്ട വഴക്കുണ്ടാക്കും. വഴക്കുണ്ടാക്കട്ടെ, അമ്മ ഇവിടുന്ന് പറഞ്ഞു വിടണം. അമ്മയ്ക്ക് കുറച്ച് കൂടുതലാ. കുറച്ച് ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോഴേക്കും എന്നോട് അമ്മായിയമ്മ പോരെടുക്കുക. അമ്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും. നീ വലിയ മഹാറാണി ചമയണ്ട. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ മറ്റുള്ളവരുണ്ട്. വരൂ അമ്മേ എന്ന് പറഞ്ഞ് രവി ഭാനുവിൻ്റെ കയ്യിൽ പിടിച്ചു നടന്നു. 2 അടി വെച്ചതും ഭാനു അവിടെ നിന്നു. വേണ്ട രവി, ഇനി ഇവിടെ ഒളിവ് ജീവിതം വേണ്ട. അത് ഞാൻ അവസാനിപ്പിച്ചു. ഭാനുകുഞ്ഞേ, ഗൗരിമോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വയ്ക്കണ്ട. വേഗം ഏതെങ്കിലും റൂമിലേക്ക് പോയിക്കോളൂ. കുഞ്ഞിപ്പോൾ വരും. കാണട്ടെ രാമേട്ട, എത്ര കാലം ഒളിച്ചിരിക്കും? പറഞ്ഞു വിടുന്നെങ്കിൽ പറഞ്ഞു വിടട്ടെ. നമുക്കും ടെൻഷനില്ലല്ലോ. എടി, നിന്റെ വായ അടക്കടി. നിന്നെ എവിടുന്ന് പറഞ്ഞു വിടേണ്ടത്? നീ സാറിൻ്റെ ആരാന്ന വിചാരം? രവി പറഞ്ഞു തീരും മുന്നേ. രവി! ദേവൻ ദേഷ്യത്തോടെ സ്റ്റേഴ്സ് ഇറങ്ങി വരുന്നത് കണ്ട് രവിയും രാമേട്ടനും പേടിച്ച് പുറകിലേക്ക് നീങ്ങി. ഭാനുവിനെയും ദേവനെയും മാറി മാറി നോക്കി പേടിച്ച് വിറച്ച് നിൽക്കുന്ന രവിയുടെ അടുത്തേക്ക് വന്ന്, ഗൗരി എൻ്റെ ഭാര്യയാണെന്നതിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? രവി പേടിച്ചൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട്, ഉണ്ടോ എന്ന്? ഇല്ല, സംശയമില്ല. രാമേട്ടനുണ്ടോ? ഇല്ല കുഞ്ഞേ, രാമേട്ടനും പേടിയോടെ പറഞ്ഞു. ഭാനുവിനെ ദേഷ്യത്തോടെ നോക്കിയ ശേഷം ദേവൻ ഡൈനിങ് റൂമിലേക്ക് പോയി. പിന്നാലെ രാമേട്ടനും. ഗൗരി രവിയുടെ മുഖത്ത് നോക്കി ചിരിച്ചതിന് ശേഷം, വരൂ അമ്മേ എന്ന് പറഞ്ഞ് ഭാനുവിനെ ഡൈനിങ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രവി അവിടെ തന്നെ വായും പൊളിച്ച് നിൽക്കുന്നത് കണ്ട്, വരൂ രവിയേട്ടാ, എന്താ അവിടെ തന്നെ നിന്നത്? രവി പിന്നാലെ ചെന്ന് അവളുടെ തലയിൽ ഒരു അടി കൊടുത്ത്, നിനക്ക് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? അമ്മയ്ക്കെങ്കിലും പറയായിരുന്നില്ലേ എന്നെ വെറുതെ വഴക്ക് കേൾപ്പിക്കാൻ? പോട്ടേടാ, ഈ പെണ്ണിൻ്റെ കുറുമ്പാ.